ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അതായത് ലേഡീസിൻ്റെ കബോർഡ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, പല മോഡലിലായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായ മെത്തേഡാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. കുറേ ഓർഗനൈസിങ്ങിനും ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും കുറേ പേര് ഇങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുൻപത്തെ വീഡിയോയുടെ സെയിം തന്നെയല്ല ഇത്. ചിലർക്ക് ചിലപ്പോൾ തോന്നുന്നത് മുൻപേ വാർഡ്രോബ് ഓർഗനൈസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഇടണേ. ഞാൻ ഓരോരോ പോർഷനായിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഓൺ എങ്ങനെ ഒതുക്കിയെടുക്കാം, ഞാൻ കുറച്ച് വ്യത്യാസവും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കബോർഡിൽ വയ്ക്കാൻ പറ്റുന്നതിലും കൂടുതൽ തുണി ആകുമ്പോഴാണ് നമുക്കത് ഒതുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ പോയി നോക്കുക, ഇന്ന് പോയി കബോർഡിൽ നോക്കുക, നമ്മൾ ഇടാത്ത എത്രയോ ഡ്രസ്സുകൾ അതിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാകല് നമുക്ക് ഇഷ്ടമില്ലാണ്ടും അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ശേഷം ഒതുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറേ കൂടി സ്ഥലം കിട്ടും കബോർഡിൽ. അപ്പോൾ ഓർഗനൈസിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പൈസ ലാഭിക്കാം. എന്നു വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളത് ഇടാതിരിക്കില്ല, നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ഇട്ട് ഉപയോഗിക്കും. അതുമാത്രമല്ല, നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇതിനുള്ളിൽ ഡ്രസ്സ് ഉണ്ടെന്ന് തന്നെ അറിയാതെ നമ്മൾ പിന്നീട് മേടിക്കാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഒരു കൺട്രോൾ ചെയ്ത് ഡ്രസ്സ് മേടിക്കാനൊക്കെ നമുക്ക് ഈ ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എൻ്റെ കബോർഡിൽ ആദ്യത്തെ ഷെൽഫ് കാണിക്കാം. ഓരോരുത്തരും ഓരോ മെത്തേഡാണ്. എനിക്ക് കുറേ മെത്തേഡ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും വർക്കൗട്ടായ മെത്തേഡ് ഈ ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അത് മേലേക്ക് വെക്കുമ്പോൾ അത് തട്ടിമറിഞ്ഞ് വീഴുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, പക്ഷേ എനിക്കത് പറ്റണില്ല. എനിക്ക് ഈ മെത്തേഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആദ്യത്തെ കാര്യം, ഹാങ്ങർ തിരഞ്ഞെടുക്കുമ്പോൾ സെയിം മോഡൽ ഹാങ്ങർ മേടിക്കുക. എപ്പോഴും ഒരു സെറ്റ് ഹാങ്ങർ ഞാൻ സെയിം ഹാങ്ങേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒരേ ടൈപ്പ് തുണികളാണ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സെയിം ഹാങ്ങർ മേടിച്ചിരിക്കുകയാണ്. മേലത്തെ ഈ ഹാങ്ങറിൽ ഫുൾ പലാസോ പാൻസാണ്, അതുപോലെ പട്ടിയാല വലിയ മോഡൽ അങ്ങനത്തെ പാൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഹാഫാക്കി മടക്കിയിട്ട് ഇടാം, ചുരിദാറിൻ്റെ കുർത്തിയോ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പോ എന്താ വെച്ചാൽ. പക്ഷെ അത് ഹാഫാക്കി മടക്കിയിട്ടാലാണ് നമുക്ക് അടിയിൽ കുറച്ച് സ്പേസ് കിട്ടും. ഇനി ഷോൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ദുപ്പട്ട അല്ലെങ്കിൽ നല്ല ഫാൻസി നല്ല മോഡൽ എൻ്റെ ഷോളുകൾ ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാങ്ങർ വെച്ചിട്ടാണ്. 3 എങ്ങനെ പറയുക തട്ട് പോലെ അതിന് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. നല്ല സിൽക്കിൻ്റെ ഷോൾ അങ്ങനത്തെയൊക്കെയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇത് ബിഗ് ബസാറിൽ നിന്ന് മേടിച്ചാണ്, 2 എണ്ണം 200 രൂപയ്ക്കാണ് ഇത് മേടിച്ചത് ഈ ഒരു ഹാങ്ങർ. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ കളഞ്ഞാലും കുഴപ്പമില്ല, അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഷെൽഫ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. അതുകൊണ്ട് കുറച്ച് പൈസ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഓർഗനൈസേഴ്സ് മേടിക്കണമെങ്കിൽ തന്നെ അത് നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ 2 ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബാസ്ക്കറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തുണിയുടെ ബാസ്ക്കറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ടാക്കാം. എനിക്ക് അത് കാർഡ്ബോർഡ് ബോക്സ് വെക്കുമ്പോൾ അതിൽ പ്രാണികൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നിയാണ് ഞാൻ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത്. ഇത് കുറേ നാളായിട്ടുള്ളതാണ്, ഒരു കേടും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, അത്ര നല്ല ബാസ്ക്കറ്റ്സാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ കുർത്തകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ട് പാൻറ്റും. ഞാനങ്ങനെ സെറ്റായിട്ട് സൽവാറും അതുപോലെ അങ്ങനെ തയ്പ്പിക്കാറില്ല, ഫുൾ സെപ്പറേറ്റ് ആണ്. ഷോള് ടോപ്പ് അതുപോലെ പാൻസ് ഒക്കെ സെപ്പറേറ്റാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും സെറ്റായിട്ട് മടക്കി വെക്കാം. ഞാൻ മടക്കുന്നതിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ലിങ്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാൻറ്റും കുർത്തിയും അതുപോലെ തന്നെ പലാസോ പാൻറ്റും കുറച്ച് ഷോളുകളും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഷെൽഫിൽ. ഇനി അതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഷെൽഫിനെ എന്താ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എൻ്റെ പാർട്ടി വെയർ ഡ്രസ്സുകളും അതുപോലെ തന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുമാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡ്രസ്സുകൾ എപ്പോഴും ഇങ്ങനെ കാറ്റഗറി തിരിച്ച് വെക്കുക, വെറുതെ വലിച്ചു വാരി ഇടുന്നതിൽ നല്ലത്, ഏറ്റവും നല്ലത്. ഇനിയുള്ള സംഭവമാണ്, ഞാൻ കുറേ വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സാരി ബാഗ് എന്ന് പറഞ്ഞ സംഭവം ഓൺലൈനിലാണ് മേടിക്കാൻ കിട്ടണേ. ബോംബെ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈസി ആയിട്ട് അവിടെ മേടിക്കാം, പക്ഷെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് ആദ്യമായിട്ട് മേടിച്ചൊരു സംഭവം ഈ സാരി ബാഗാണ്. എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് സംഭവമായതുകൊണ്ടാണ് ഓൺലൈനിൽ അത് മേടിച്ചത്. പല വിലയിൽ കിട്ടുന്നുണ്ട്, പല ഓഫേഴ്സ് വരുന്നുണ്ട്, ഇഷ്ടമായി ആമസോണിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല ഇതിൻ്റെ, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗുണം അറിഞ്ഞുകൊണ്ടാണ് പറയണത്. സംഭവം നല്ല ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഞാനപ്പോൾ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക്, ഞാൻ എൻ്റെ പാർട്ടി വെയർ ഞാൻ കുറേ അനാർക്കലിയാണ് കൂടുതൽ ഉപയോഗിക്കാറ്, അങ്ങനത്തെ ചുരിദാറുകൾ. അതിന് ഈ ഒരു ബാഗ് പോലത്തെ നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് ഏതെടുത്താലും ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ ഷോള് പാൻറ്റ് ടോപ്പ് സെറ്റായിട്ടിരിക്കുന്ന പാർട്ടി വെയർ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. 4 സെറ്റ് അവിടെ ഉണ്ട്. അതുപോലെ എൻ്റെ പാർട്ടി വെയർ ഇതിന് ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു പേഴ്സുകളുണ്ടല്ലോ, അതും അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ തൊട്ട് താഴെ ഷെൽഫിൽ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാസ്ക്കറ്റിൽ തന്നെ
മൊത്തം ഒരു 6 ബാസ്ക്കറ്റാണ് ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഇതുപോലെ ഓർഗനൈസ് ചെയ്യുക. ടോപ്പും പാൻറ്റും ഒരുമിച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. ഇതും ഒരു കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വീണ്ടും പാർട്ടി വെയർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഷെൽഫിലും എൻ്റെ എന്താ പറയുക അനാർക്കലി അതാണ് കൂടുതൽ ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ഒരു 12 പീസിൻ്റെ പാക്കറ്റായിരുന്നു. 12 എണ്ണവും ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ. ഇനി അപ്പോൾ കഴിഞ്ഞുണ്ടെന്ന് തോന്നുന്നു, 2-3 എണ്ണം ഉണ്ട്, ബാക്കി ഞാൻ വെച്ചിട്ടില്ല. 3 എണ്ണം മേലെയുള്ള താഴെയാണ് കൂടുതൽ. അപ്പോൾ ഇതാണ് ഈ ഒരു പോർഷനിൽ ഒതുക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ഡ്രോയർ ഷെൽഫ് മാറ്റി വലിക്കുന്നതുണ്ട്. അതിൽ പിന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റിൽ അധികം വെളിച്ചില്ലാത്തതുകൊണ്ട് മനസ്സിലായെന്ന് അറിയില്ല. കളർ ഓർഡറിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ടോപ്പുകളും കളർ ഓർഡറിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ഏതാണ്ട് ടോപ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് പാൻറ്റുകൾ ബാക്കിയുള്ളത് അതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ടോപ്പുകൾ, കളർ ടോപ്പുകൾ, അങ്ങനെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ വലിക്കുന്ന ഷെൽഫിലാണ് ഷോളുകൾ ഞാൻ റോൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. കുറേ മെത്തേഡിൽ ഷോൾ മടക്കാം. 5 മെത്തേഡ് ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ടവലുകൾ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാച്ചിങ് ആയിട്ട് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണ കാരണം ഷോളുകൾ ഇതുപോലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷോളും ഇതുപോലെ എക്സ്ട്രാ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റും. ഇത് ഈസി ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം, തിരിച്ച് വെക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച കാരണം എനിക്ക് കറക്റ്റ് തിരിച്ച് വെക്കാൻ പറ്റാത്തത്. ഇതൊക്കെ കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സാണ് ഷെൽഫുകളിൽ വെച്ചിരിക്കുന്നത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം വെച്ചിട്ടുണ്ടോ ഞാൻ കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ അപ്പുറത്ത് നമുക്ക് ശരിക്കും ഡിവൈഡർ പോലെയായി നമുക്ക് ഈസി ആയിട്ട് അത് വെക്കാം. എന്നിട്ടത് തിരിച്ച് വെക്കാനും എടുത്തു വെക്കാനും ഒക്കെ എളുപ്പമാണ്. ഇത് നമ്മളിതുപോലെ മെയിൻറ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. ഓർഗനൈസ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ഓർഗനൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസാണ് ഇതേപോലെ ബോക്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സാരി ബാഗ് തന്നെയാണ്. വലിയ മോഡൽ സാരി ബാഗാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ സാരി വെക്കാൻ വേണ്ടിയിട്ടും 2 ബാഗ് ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ തന്നെ ഒരു ബാഗ് ഉണ്ട്. ഈ ഷെൽഫ് കുറേ ഉള്ളിലേക്കാണ്. എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ശരിയാൻ വേണ്ട അവസാനം ഈ ഒരു ബാഗ് മേടിച്ചപ്പോഴാണ് സംഭവം ശരിയായത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിന് കൂടി കാണിച്ചു തരാം. എൻ്റെ ജീൻസും ടോപ്പും ഒക്കെ ഈ ഷെൽഫിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിത് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെറ്റിക്കോട്ട്സും അതുപോലെ തന്നെ സാരി ബ്ലൗസ് മാച്ചിങ് അല്ലാത്ത ജസ്റ്റ് വെറുതെ നമ്മൾ തയ്ക്കില്ലേ അങ്ങനത്തെ ബ്ലൗസുകളും ഇതിൻ്റെ കൂടെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെരിച്ചാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഈ മെത്തേഡിൻ്റെ പേര് കോൺമാരി മെത്തേഡ് എന്നാട്ടോ. മരിയ കോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഒരു ഇങ്ങനെ ഓർഗനൈസിങ് എക്സ്പേർട്ടാണ്. ആളെ ബുക്സൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ആ ഒരു മെത്തേഡിലാണ് ഈ ചെരിച്ച് വെക്കുന്ന മെത്തേഡ്. കുറേ ഫേമസാണ്, കുറേ പേര് ചെയ്യണം കണ്ടിട്ടുണ്ട്. ഇനി സാരി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സാരി ബാഗിൽ 10 സാരി വെച്ച് വെക്കാം. സാരി അധികം ഉടുക്കാത്തതുകൊണ്ട് ഇതിലിങ്ങനെ വെച്ചിരിക്കുകയാണ്, എപ്പോഴും എടുക്കാറില്ല. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി പിന്നിലുണ്ട്, അതിലും ഉണ്ട്. ഹെവി സാരികളാണെന്നുണ്ടെങ്കിൽ ഒരു 5 കൊള്ളുള്ളൂ കേട്ടോ. പട്ട് സാരി ആണെങ്കിൽ 10 എണ്ണം അതിൽ കൊള്ളും. അപ്പോൾ ഇതാണ് ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ ഷെൽഫിൽ എന്താണെന്ന് വെച്ചാൽ ജീൻസ്. അത് ഞാൻ സ്ഥിരം ഇടാറില്ല, വല്ല ടൂർ പോകുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അത് ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബാഗിൽ ജീൻസിൻ്റെ ടോപ്സ് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അതും ഞാൻ എപ്പോഴും ഇടാത്തതുകൊണ്ട് അത് ജസ്റ്റ് ഈ ഷെൽഫിൽ ബാക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്. എങ്ങനെ വെച്ചാൽ ആ ഷെൽഫിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് അത് എടുത്ത് ബെഡ്റൂം വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഐറ്റംസൊക്കെ നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഷെൽഫ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതും ഇതുപോലെ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഒരു ഷെൽഫ് ഓർഗനൈസിങ്. ഈ ഐറ്റംസ് ഫുൾ ഈ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ മുൻപ് കുട്ടികളുടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഹസ്ബൻഡിന് ഇതുപോലെ ഇത്രയ്ക്കില്ലെങ്കിലും ചെറിയൊരു ഏരിയ ഉണ്ട്. ഇനി ഈ ടോപ്പുകൾ എങ്ങനെയാണ് ഞാൻ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം ആ ബോക്സിൻ്റെ അളവിന്.
അപ്പം ഇനി പലർക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഡ്രസ്സുകൾ ചുളിയോ എന്നാണ് നിങ്ങളുടെ ഡൗട്ട്. ഇതിപ്പോൾ പട്ടിയാല പാൻസാണ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ കുർത്തിയും. ഞാൻ ലെഗിങ്സ് യൂസ് ചെയ്യാറില്ല, എനിക്കത് ഇഷ്ടമില്ല, അതുകൊണ്ട് അതിൻ്റെ ഫോൾഡിങ് മെത്തേഡ് ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ട് അത് ഇതിലില്ല. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ചുളിയോ എന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് എങ്ങനെയായാലും ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ആ ചുളിവ് വരും. ഞാൻ എടുത്തിട്ട് അയൺ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പുറത്ത് പോയി വന്നിട്ട് ചില ഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ട് അതെന്താ ചെയ്യാമെന്ന് ചിലവരൊക്കെ ചോദിക്കാറുണ്ട്. അത് ജസ്റ്റ് ഒരു റോഡ് പുറത്ത് വെച്ചിട്ടുണ്ട്, അത് എയർ ഡ്രൈ ചെയ്ത ശേഷം അവിടെ തന്നെ വയ്ക്കാറുള്ളൂ. പിന്നീട് കബോർഡിക്ക് ഞാൻ വയ്ക്കാറില്ല, എനിക്കത് ഇഷ്ടമില്ല. പിന്നെ ഒരു ഷോൾ ഓർഗനൈസർ ആട്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കത് മേടിച്ചെങ്കിലും എനിക്ക് എന്തോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ പലർക്കുള്ള കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു, പക്ഷേ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അത് പഴയ പോലെ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ഓർഗനൈസ് ചെയ്തത് ശരിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റണേ. നമുക്കൊരു ഐറ്റം എന്ത് ഐറ്റം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്കത് എടുക്കാൻ കിട്ടണം ഈസി ആയിട്ട്. നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായ രീതിയിലാണെന്ന് വെച്ചതെന്ന് വെച്ചാൽ നമ്മളത് എടുക്കുമ്പോൾ ഫുൾ വലിച്ച് വാരിയിട്ട പോലെയൊക്കെ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാനായാലും എത്ര ഒതുക്കിയാലും ഓരോ മാസം കൂടുമ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഡ്രസ്സുകൾ കൂടുന്നതനുസരിച്ച് കുറയുന്നതനുസരിച്ചും അത് ഓർഗനൈസ് എന്തായാലും ചെയ്യേണ്ടി വരും. അത് ഓർഗനൈസ് ചെയ്ത ജീവിതകാലം മുഴുവൻ വെക്കാൻ പറ്റുമെന്ന് എന്തായാലും പറ്റില്ല. അപ്പം അതിനുള്ള ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യുക ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരോടും ബൈ ബൈ.